ബഹുമാന്യനായ മന്ത്രി MK മുനീർ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ യുവജന വിദ്യാർത്ഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. നമ്മോട് മഗ്‌രിബിന് ശേഷമേ എത്തുകയുള്ളൂ എന്ന് അറിയിച്ചതിനാൽ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രി MK മുനീർ സാറിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ മുഹമ്മദ് മദനി അവറുകളെ, PP മുഹമ്മദ് മദനി, പ്രിയപ്പെട്ട അബ്ദുൽ മദനി സാഹിബ്, അബ്ദുറഹ്മാൻ നണ്ടത്താണി, ഹംസ ബാക്കവി, അബൂബക്കർ മൗലവി കായക്കുടി, അബ്ദുൽ മജീദ് വാരാണക്കര, CP സെയ്ദലവി മദനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ജാമിയ സലഫിയയുടെ സാരഥികളെ, പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷേ വിദ്യാർത്ഥി യുവജന സമ്മേളനവും വിദ്യാഭ്യാസ സമ്മേളനവും കഴിഞ്ഞ് ആദർശ സമ്മേളനത്തിൽ എത്തി നിൽക്കുകയാണ്. അത് ഇവിടെ വരാൻ വൈകിയതിലുള്ള ക്ഷമ ചോദിക്കുന്നു. ധാരാളം മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ പെട്ടുപോയതുകൊണ്ടാണ് കൃത്യസമയത്തിന് വരാൻ പറ്റാതെ പോയത്. എങ്കിലും ഇവിടെ വരാനും നിങ്ങളെ അഭിമുഖീകരിക്കാനും സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. എനിക്ക് ശേഷം ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ജാമിഅ സലഫിയ അതിൻ്റെ 30ാം വാർഷിക സമ്മേളനം ഇവിടെ കൊണ്ടാടുമ്പോൾ സത്യത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയാതെ ഓർമ്മയിൽ പലതും തികട്ടി വരികയാണ്. വളരെ എളിമയോടുകൂടി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ച് ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ധാരാളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുണ്ട്, ഫാർമസി കോളേജുണ്ട്, അതുപോലെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ R&D എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ അറബി പഠനത്തിന് ശേഷം അതിൽ തന്നെ ബിരുദാനന്തരമായിട്ടുള്ള ബിരുദങ്ങൾ, അതിന് മുകളിൽ ഖുർആൻ പഠിക്കാൻ, ആഴത്തിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റിയതിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന സാരഥികളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നാർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായി ജാമിഅ സലഫിയ മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം നേടിയെടുക്കുന്ന ഓരോ അറിവും കൂടുതൽ ശക്തിയുള്ളതായി മാറുന്നുണ്ട്. വൈജ്ഞാനിക മേഖലയിൽ നമ്മൾ എവിടെ എന്ത് കണ്ടാലും പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ തത്വം. അൽ ഹിക്മത്തുൽ അല്ലത്തും മുഅ്മിൻ. അങ്ങനെ എവിടെ വിജ്ഞാനം കണ്ടാലും അത് കരഗസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ തന്നെ വിജ്ഞാനത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ നോളജ് ഈറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്.
വിജ്ഞാനം വിരൽത്തുമ്പിലായിട്ടുള്ളൊരു കാലഘട്ടം. ലോകത്തിൻ്റെ ഏത് മൂലയിലിരിക്കുന്നവനും ഒരേ അളവിലും തൂക്കത്തിലും വിജ്ഞാനം കിട്ടുന്ന കാലഘട്ടം. അവൻ അമേരിക്കയിലാകട്ടെ, അവൻ അമേരിക്കയിലെ വൻ നഗരങ്ങളായിട്ടുള്ള വാഷിങ്ടണിലാകട്ടെ, ലണ്ടനിലാകട്ടെ, അവൻ ഈജിപ്തിലാകട്ടെ, എവിടെയാണെങ്കിലും അവന് കിട്ടുന്ന അറിവിൻ്റെ അളവും തൂക്കവും ഒന്നാണ്. പഴയ കാലഘട്ടങ്ങളിൽ അതായിരുന്നില്ല. പഴയ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, അതിനു വേണ്ടിയുള്ള സാഹസികമായിട്ടുള്ള യാത്രകളാണ്. നമുക്ക് എവിടെ പോയിട്ടാണെങ്കിലും വിദ്യ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് ചൈനയിൽ പോയിട്ടാണെങ്കിലും അഭ്യസിക്കാൻ പറയാനുള്ള കാരണം. കാരണം ആരിൽ നിന്നാണ് വിജ്ഞാനം കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ വളരെ ചെറിയൊരു കുട്ടിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭൃത്യന്മാരിൽ നിന്നായിരിക്കാം. എവിടെ നിന്നാണെങ്കിലും അത് വിജ്ഞാനമാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഈ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് വിജ്ഞാനത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര പ്രയാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് ജാമിയ സലഫിയ. അബ്ദുൽ കോയ മദനി സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ പോലെ വളരെ എല്ലാവരും ആദരവോടു കൂടി കാണുന്ന വ്യക്തികൾ, നേതൃത്വം കൊടുക്കുന്നൊരു പ്രസ്ഥാനം. വിവിധ രീതിയിൽ ഇവരുടെയൊക്കെ സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി ഈ സ്ഥാപനങ്ങൾ വളർന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ആദർശം എന്ന് പറയുന്നത് ആർക്കും മുന്നിലും അടിയറ വെക്കേണ്ടതല്ല. ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള വിജ്ഞാനമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, പഴയ കാലഘട്ടത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ശാസ്ത്രത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങളും ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പിന്നീട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ശാസ്ത്ര രംഗത്ത് നിന്നും അതുപോലെ തന്നെ മറ്റു വൈജ്ഞാനിക മേഖലയിൽ നിന്നും അകന്നു പോയിട്ടുള്ളൊരു സമൂഹം. പക്ഷെ പ്രാചീന കാലഘട്ടത്തിൽ പലതും കണ്ടെത്തിയിട്ടുള്ളത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ്. ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നൊരു പുസ്തകം ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ വിജ്ഞാനത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭവനം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വിസ്ഡം ഓഫ് ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന ആ ഒരു ഗേഹം ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം പരിഭാഷകൾക്ക് വേണ്ടിയും ധാരാളം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഗേഹമാണ് ഹൗസ് ഓഫ് വിസ്ഡം. ഓരോ കാലഘട്ടവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ബാഗ്ദാദിൽ തെരുവുകളിൽ ഉണ്ടായിരുന്ന പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രസ്സുകൾ പല കാലഘട്ടത്തിലും മൃഗത്തിൻ്റെ തോലിൽ വളരെ പാടുപെട്ട് അക്ഷരങ്ങൾ എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മനോഹരമായി പേപ്പറിൽ പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള പ്രസ്സുകൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാഗ്ദാദിൻ്റെ തെരുവുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനം കടം കൊടുക്കുന്ന, വിജ്ഞാനത്തെ എത്തിച്ചു കൊടുക്കുന്നവരായി നിന്നിരുന്നവർ പിന്നെ എങ്ങനെ പിന്നോക്കം പോയി എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, കേരളം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിജ്ഞാനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും അറിയാനുള്ള ഒരു താല്പര്യമില്ല.
എന്നാൽ ആദർശനിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനും മറുപടി പറയാൻ പറ്റുന്നില്ല. ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ആദ്യം അടിസ്ഥാനപരമായ ജ്ഞാനമുണ്ടാകണം. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഒരു സാധാരണ മനുഷ്യനെ നമ്മൾ തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, മറ്റുള്ള വസ്തുക്കളുമായി തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അല്പം കാൽഷ്യം ഉണ്ടാകും, അല്പം ഇരുമ്പ് സത്തയുണ്ടാകും, അല്പം ഗാലൺ വെള്ളമുണ്ടാകും, അല്പം ഫാറ്റ് ഉണ്ടാകും. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഉണ്ടാകും. ഇതെല്ലാം കൂട്ടി ഒരു പൊതുവിപണിയിലേക്ക് ഇറങ്ങി ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 200-300 രൂപയുടെ അടുത്ത് വരുമായിരിക്കും. അപ്പോൾ മനുഷ്യനെ അതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അർത്ഥത്തിൽ മാത്രമാണ് വിലയിരുത്തുന്നതെങ്കിൽ അവൻ ഒരു 500 രൂപയുടെയോ 600 രൂപയുടെയോ മാത്രം വിലയുള്ള കുറേ വസ്തുക്കളുടെ ഒരു സമാഹാരമാണ്. പക്ഷെ അവനിൽ ആത്മാവിൻ്റെ ഒരു അംശമുണ്ട്, ദൈവികമായിട്ടുള്ള. ആ അംശത്തെ ചേർക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും വലിയ ഉത്കൃഷ്ട സൃഷ്ടിയായി മാറും. അതുണ്ട് എന്ന ബോധം നമുക്ക് ഒരു തിരിച്ചറിവായി മാറുമ്പോൾ മനുഷ്യനെ ബഹുമാനിക്കാൻ തുടങ്ങും. അതല്ല ഈ ഈയവും ഈ ഫോസ്ഫറസും ഈ കാൽഷ്യവും ഈ ഗാലൻ കണക്കിനുള്ള കുറച്ച് വെള്ളവും ഒക്കെ മാത്രമാണ് മനുഷ്യൻ എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അവനെ ഒരു പേനാക്കത്തി കൊണ്ട് കുത്തി ഒരു ഓടയിലേക്ക് വലിച്ചെറിയുന്നത് അത്ര സാഹസികമായ കാര്യമായി നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ആദർശനിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി നമ്മൾ വളരുമ്പോൾ മാത്രമേ മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വിലയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഉള്ള ആത്മീയ സത്ത നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന താല്പര്യം വിവരണത്തിനും അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ നിന്നും ലഭ്യമാകുന്ന വിജ്ഞാനത്തെ അളന്ന് തൂക്കി ഇത് ഇത്രയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ജാമിയ സലഫിയെ ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്, നമ്മളുടെ മനസ്സുകളെ ശിഥിലമാക്കുകയാണ്. ഓരോ രാഷ്ട്രങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ രാജ്യങ്ങൾക്കകത്ത് നടക്കുന്ന സംഭവം, ആ രാജ്യങ്ങളുടെ മേൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതിലൊക്കെ എവിടെയോ എന്തോ ഒന്നിൻ്റെ കുറവ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈമാൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായി നിൽക്കേണ്ട ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം എപ്പോൾ ശിഥിലമാകുന്നുവോ അന്ന് ദുർബലമാവുകയും നമ്മെ ആർക്കും കയ്യേറാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചെറുതായി പോവുകയും ചെയ്യുന്നു. ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തെക്കുറിച്ചും രാജ്യം ഉറ്റുനോക്കുന്ന മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അത് ദീർഘമായ പ്രസംഗമായി പോകും. അത് നേരം വെളുക്കുവോളം പറയാനുള്ള വിഷയമാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന മാന്ത്രികത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഭരണം എത്ര പെട്ടെന്നാണ് പൈശാചികവും ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ നമ്മളുടെയൊക്കെ മേൽ ചാടി വീഴുന്ന നമ്മുടെയൊക്കെ ദുരന്തവുമായി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെയും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ ധാരാളം കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന വിജ്ഞാനത്തെ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും വാളെടുത്ത് വീശി എല്ലാം പിടിച്ചടക്കുന്ന ഒന്നല്ല, മറിച്ച് സഹവർത്തിത്വത്തിലും കൂടെ നിൽക്കുന്നവരോട് സ്നേഹത്തിലും പെരുമാറിക്കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കി വേണം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന
ഈ ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള തത്വസംഹിതയെ പരിചയപ്പെടുത്താൻ എന്ന് നമുക്ക് ബോധമുണ്ടാകണം. എങ്കിൽ മാത്രമേ മറുപക്ഷത്തു നിന്ന് വരുന്ന വലിയ ആക്രമങ്ങളെ നമുക്ക് തടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ ജാമിയ സലഫിയ അതിൻ്റെ കർമ്മം നിർവഹിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് സമുദായം ഇവിടെ നിന്നും ഇറങ്ങുന്ന ഓരോ പണ്ഡിതനെയും നോക്കിക്കാണുന്നത്, യുവ പണ്ഡിതന്മാരെയും നോക്കിക്കാണുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.